വചനദീപം. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ലൂക്കോസ് 12-13 മുതൽ 21 വരെ. പുരുഷാരത്തിൽ ഒരുത്തൻ അവനോട്, ഗുരു, ഞാനുമായി അവകാശം പകുതി ചെയ്യുവാൻ എൻ്റെ സഹോദരനോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. അവനോട് അവൻ, മനുഷ്യ, എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവോ പങ്കിടുന്നവനോ ആക്കിയത് ആർ എന്ന് ചോദിച്ചു. പിന്നെ അവനോട്, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവിൻ. ഒരുത്തന് സമൃദ്ധിയുണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവന് ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഒരു ഉപമയും അവരോട് പറഞ്ഞത്, ധനവാനായൊരു മനുഷ്യൻ്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്തു ചെയ്യേണ്ടു? എൻ്റെ വിളവ് കൂട്ടിവയ്പ്പാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു. പിന്നെ അവൻ പറഞ്ഞത്, ഞാൻ ഇത് ചെയ്യും. എൻ്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എൻ്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവയ്ക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വച്ചിരിക്കുന്നു. ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. ദൈവമോ അവനോട്, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും. പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെയാകുന്നു. എല്ലാ രാജ്യത്തും സംസ്കാരങ്ങളിലും സ്വത്ത് തർക്കം പതിവാണ്, പ്രത്യേകിച്ച് സഹോദരന്മാർ തമ്മിൽ. അവർക്ക് പിതൃസ്വത്തായി ലഭിക്കേണ്ടതിനെക്കുറിച്ചുള്ള തർക്കം. ഒരു സഹോദരൻ മറ്റ് സഹോദരനെ വഞ്ചിച്ചു, തനിക്ക് ന്യായമായി കിട്ടേണ്ടത് മറ്റേയാൾ തട്ടിയെടുത്തു. ഇങ്ങനെയുള്ള പരാതി അനവധിയാണ്. നമ്മുടെ കോടതികളിലൊക്കെ അനേക കേസുകൾ അത്തരത്തിലുണ്ട്. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്കും അത്തരത്തിലുള്ള തർക്കങ്ങളെക്കുറിച്ച് പരിചയമുണ്ട്. യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരു മനുഷ്യൻ യേശുവിൻ്റെ അടുത്ത് വന്ന്, എൻ്റെ സഹോദരനുമായുള്ള സ്വത്ത് തർക്കം പരിഹരിച്ച് തരണം എന്ന് പറഞ്ഞു. അതാണ് നാം ഇന്ന് വായിച്ചത്. യേശു അതിന് അനുകൂലമായ ഒരു മറുപടിയും പറഞ്ഞില്ല. നേരെ മറിച്ച്, എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവോ പങ്കിടുന്നവനോ ആക്കിയത് ആർ എന്ന നീരസത്തോടു കൂടിയ ചോദ്യമാണ് യേശു ചോദിച്ചത്. ഞാൻ നിങ്ങളുടെ സ്വത്ത് തർക്കം തീർക്കുന്ന ആളല്ല എന്ന് തന്നെയാണ് താൻ പറഞ്ഞത്. ന്യായകർത്താവോ പങ്കിടുന്നവനോ അല്ല എന്നാണ് താൻ പറഞ്ഞത്. എന്നാൽ യേശു വാസ്തവത്തിൽ ന്യായകർത്താവല്ലേ? പുതിയ നിയമം അതാണ് പഠിപ്പിക്കുന്നത്. എല്ലാ മനുഷ്യരെയും ന്യായം വിധിക്കുന്നവനാണ് യേശു. യേശു തന്നെ പറഞ്ഞു, പിതാവ് ന്യായവിധി മുഴുവനും പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ യേശു ന്യായകർത്താവാണ്, വിധി പറയുവാൻ അധികാരമുള്ളവനാണ്. പക്ഷേ ഈ മനുഷ്യനോട് യേശു ഇങ്ങനെ പ്രതികരിച്ചതിൻ്റെ കാരണം എന്താണ്? യേശുവിനെ മിശിഹയായിട്ടോ ദൈവപുത്രനായിട്ടോ യഹൂദന്മാർ, ഇസ്രയേൽ മക്കൾ അംഗീകരിച്ചില്ല. ഒരു രാജ്യമെന്ന നിലയിൽ അവർ അവനെ തിരസ്കരിച്ചു. അവൻ്റെ പഠിപ്പിക്കലുകളെ കേട്ടെങ്കിലും അവനിൽ വിശ്വസിക്കുവാൻ അവർക്ക് മനസ്സായില്ല. എന്നാൽ അവർക്കൊരാവശ്യം വന്നപ്പോൾ അവരുടെ കേസ് വാദിക്കാൻ വേണ്ടി യേശുവിനെ കിട്ടിയാൽ കൊള്ളാം എന്നവർക്കൊരു തോന്നലുണ്ട്. ഈ മനുഷ്യനും അതുതന്നെയാണ് ചെയ്തത്. താനിപ്പോൾ ഒരു പ്രശ്നത്തിലാണ്. ഈ പ്രശ്നത്തിൽ തനിക്ക് അനുകൂലമായൊരു വിധി ലഭിക്കാൻ വേണ്ടി യേശുവിൻ്റെ സഹായം ലഭിക്കുമോ? ഈ ഗലീലക്കാരനായ റാബായ് എൻ്റെ സഹോദരനെ ഉപദേശിക്കുമോ? ഇതാണ് ആ മനുഷ്യൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം. ഇത് യേശു മനസ്സിലാക്കി. യേശുവിൻ്റെ ദൈവത്വമോ താൻ മെസ്സിഹയാണെന്നുള്ള കാര്യമോ അംഗീകരിക്കുവാൻ മനസ്സില്ലാത്ത ആളുകൾ യേശുവിൽ നിന്നും പല ഉപകാരങ്ങളും പ്രതീക്ഷിക്കുന്നു. അത്തരക്കാരോടാണ് യേശു വളരെ കഠിനമായി സംസാരിച്ചത്. എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവോ പങ്കിടുന്നവനോ ആക്കിയത് ആർ എന്ന് വച്ചാൽ, നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് വരും, അല്ലാത്തപ്പോൾ എന്നെ തിരസ്കരിക്കും. ഇതിന് ശേഷം യേശു അവരോടൊരു കഥ പറഞ്ഞു. ആ കഥയിലേക്ക് പോകുന്നതിന് മുൻപ് നാം ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം. പുരുഷാരത്തിൽ ഒരുത്തൻ വന്ന് അവനോട്, ഗുരു,
ഞാനുമായി അവകാശം പകുതി ചെയ്യുവാൻ എൻ്റെ സഹോദരനോട് കൽപ്പിച്ചാലും എന്നാണല്ലോ ചോദിക്കുന്നത്. അപ്പോൾ താൻ പറഞ്ഞത് ചുറ്റുമുള്ള ആളുകളൊക്കെ കേട്ടു. ഇവൻ പറയുന്നത് ശരിയല്ലെങ്കിൽ ഒരു പക്ഷേ ആളുകൾ പറയും, ഇവൻ പറയുന്നത് ശരിയല്ല, ഇവൻ്റെ സഹോദരൻ ആണ് ശരി. ഈ കാര്യം പരസ്യമായി യേശുവിനോട് പറയാനുള്ള ധൈര്യം അവനുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം ന്യായമായി അവന് ലഭിക്കേണ്ടത് മാത്രമേ അവൻ ചോദിക്കുന്നുള്ളൂ എന്ന മനോഭാവത്തോടു കൂടിയാണ് താൻ യേശുവിൻ്റെ അടുക്കൽ വന്നത്. ന്യായമായത് എനിക്ക് കിട്ടിയാൽ മതി, എനിക്ക് മറ്റവൻ്റെ ഒന്നും വേണ്ട, എൻ്റേത് എനിക്ക് കിട്ടണം. ഈ അവസരത്തിലാണ് യേശു സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവിൻ എന്ന് പറഞ്ഞത്. ഇവിടെ ഈ ചോദിച്ചയാൾ അന്യായമായി സഹോദരൻ്റെ മുതൽ എനിക്ക് വേണമെന്നല്ല ചോദിച്ചത്, എൻ്റെ മുതൽ എനിക്ക് വേണം. പക്ഷേ യേശു അതിനെയും ദ്രവ്യാഗ്രഹത്തിൻ്റെ കൂട്ടത്തിലാണ് പെടുത്തുന്നത്. സകലവിധ ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവിൻ എന്ന് പറയുന്നു. പല കാര്യങ്ങളും നമുക്ക് ഒഴിഞ്ഞിരിക്കാം, എന്നാൽ ഇവിടെ സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവിൻ എന്നാണ് പറയുന്നത്. എന്ന് വച്ചാൽ ആ കാര്യത്തിൽ അതീവ ശ്രദ്ധ ഉണ്ടായിരിക്കണം എന്നർത്ഥം. വളരെ അപകടകരമായ ഒന്നാണ് ദ്രവ്യാഗ്രഹം എന്നാണ് യേശു ഇവിടെ പറയുന്നത്. നമുക്കറിയാം, നാം സാധാരണ ജോലി ചെയ്യുമ്പോൾ പല തരത്തിലുള്ള വസ്തുവകകൾ നമ്മുടെ കയ്യിൽ പറ്റും. അതിൽ ചിലതൊക്കെ നമ്മുടെ വയറ്റിൽ ചെന്നാൽ അത് നമുക്ക് അസുഖമുണ്ടാക്കും. അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നാം കൈ കഴുകുന്നത്. എന്നാൽ ചില കെമിക്കൽ ലാബറട്ടറികളിൽ ആളുകൾ ജോലി ചെയ്യും, പരീക്ഷണശാലകളിൽ. അവിടെ അതീവ വിഷകരമായ ചില രാസവസ്തുക്കൾ ആളുകൾ കൈകാര്യം ചെയ്യും. അവിടെ ആ ശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ ആ പരീക്ഷണശാലയിൽ ജോലി ചെയ്യുന്നവർ ഇത്തരം വിഷവസ്തുക്കൾ കൈകൊണ്ട് തൊടുക പോലുമില്ല. അവർ അതിനെ സൂക്ഷിച്ച് ഒഴിഞ്ഞിരിക്കും. ദ്രവ്യാഗ്രഹം അങ്ങനെയുള്ള ഒന്നാണെന്നാണ് യേശു പറയുന്നത്. വളരെ സൂക്ഷിച്ച് അതിനെ ഒഴിവാക്കണം, കാരണം അത് വളരെ അപകടകരമാണ്. അതിനുശേഷം താൻ പറയുന്നു, ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവന് ആധാരമായിരിക്കുന്നത്. ഇത് താൻ ശിഷ്യന്മാരെ പഠിപ്പിക്കാൻ ശ്രമിച്ച ഒരു കാര്യമാണ്. യേശു അങ്ങനെ പറഞ്ഞതിന് ഒരു കാരണമുണ്ട്. അക്കാലത്ത് യഹൂദന്മാരുടെ ഇടയിൽ സമ്പത്തുള്ളവൻ, സമൃദ്ധിയുള്ളവനാണ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്നൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് യേശു ഈ കാര്യം അവരെ പ്രത്യേകമായി പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവന് ആധാരമായിരിക്കുന്നത്. ഇതിന് ശേഷം യേശു ഒരു ഉപമയും അവരോട് പറഞ്ഞു, ഒരു കഥ. ഈ കഥ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ യേശു ഈ കഥ കൊണ്ട് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്, താൻ ആദ്യമേ പറഞ്ഞു, ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവന് ആധാരമായിരിക്കുന്നത്. ഇനി ആ ഉപമ നമുക്ക് ശ്രദ്ധിക്കാം. ഈ ഉപമയിൽ ധനവാനായൊരു മനുഷ്യൻ, അവൻ്റെ ഭൂമി നന്നായി വിളഞ്ഞു. അതിൻ്റെ അർത്ഥം ഈ മനുഷ്യൻ ഒരു കച്ചവടക്കാരനല്ല, ഒരു കൃഷിക്കാരനാണ്. ഒരു കച്ചവടക്കാരന് ലാഭമുണ്ടാകുന്നത് എങ്ങനെയാണ്? നമുക്കെല്ലാം അറിയാം. കച്ചവടക്കാർ അവർ വാങ്ങുന്ന വസ്തുക്കൾ അവർ വാങ്ങിയ വിലയേക്കാൾ കൂട്ടി വിൽക്കുന്നു. അതിലുള്ള ലാഭമാണ് അവർക്ക് ലഭിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ കയ്യിലുള്ള പണം ഒരു കമ്മീഷൻ അല്ലെങ്കിൽ ലാഭമായി അവർക്ക് ലഭിക്കുന്നു. അങ്ങനെയാണ് കച്ചവടക്കാർ പണമുണ്ടാക്കുന്നത്. പിന്നെ പണമുണ്ടാക്കുന്ന ആളുകൾ കൊള്ളക്കാരാണ്. മറ്റുള്ളവരുടേത് അടിച്ചെടുത്ത് അവരിൽ നിന്ന് നിർബന്ധമായി പിഴിഞ്ഞെടുക്കുന്ന ആളുകൾ. യേശുവിൻ്റെ കാലത്ത് പട്ടാളക്കാർ അങ്ങനെ ചെയ്തിരുന്നു. പട്ടാളക്കാർ സാധാരണക്കാരുടെ കയ്യിൽ നിന്നും പൈസ ബലമായി വാങ്ങിയിരുന്നു. കരം പിരിക്കുന്ന ആളുകളും അങ്ങനെ പണം അനധികൃതമായി അന്യായമായി ആളുകളിൽ നിന്നും വാങ്ങിയിരുന്നു. ഇങ്ങനെ അന്യായമായി പണം സമ്പാദിക്കുന്ന പല ആളുകളുമുള്ള ആ സമൂഹത്തിൽ ഒരു മനുഷ്യൻ്റെ ഭൂമി നന്നായി വിളഞ്ഞു. എന്ന് വച്ചാൽ ഈ ഭൂമി നന്നായി വിളയാൻ അവൻ അനീതിയായി, തെറ്റായി, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന തരത്തിൽ ഒന്നും ചെയ്തില്ല. വിത്ത് വിതച്ചു, ആ ഭൂമിയിൽ നന്നായി ജോലി ചെയ്തു. അവൻ്റെ ഭൂമി നന്നായി വിളഞ്ഞു, അവന് അതിൻ്റെ പ്രതിഫലം കിട്ടി. അതിൻ്റെ അർത്ഥം അന്യായമായി ഒന്നും ചെയ്യാതെ ന്യായമായി കൃഷി ചെയ്ത് ജീവിക്കുന്ന ഈ മനുഷ്യന് നല്ല വിളവ് ലഭിച്ചു. ഈ അമിതമായ വിളവ് ലഭിച്ചപ്പോൾ അവൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു.
ഈ വിളവ് എല്ലാ വർഷവും ലഭിക്കില്ലെന്ന് അവനറിയാം. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊന്നും അതുപോലെ വിളവ് ലഭിച്ചില്ല. അതുകൊണ്ടാണ് അവൻ്റെ കളപ്പുര ചെറുതായിരുന്നത്. ഈ അമിത വിളവ് എല്ലാ വർഷവും ലഭിക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ഈ പ്രാവശ്യം കിട്ടിയ വിളവും തനിക്കിതിനു മുമ്പുണ്ടായിരുന്ന വസ്തുവകകളും കുറേ നാളത്തേക്ക് സൂക്ഷിച്ചു വയ്ക്കുക എന്നതാണ് താൻ ഇനി ചെയ്യേണ്ടത് എന്നയാൾക്ക് മനസ്സിലായി. തനിക്ക് ലഭിച്ച വസ്തുവകകൾ, തനിക്ക് ഈ വർഷം ലഭിച്ച വിജയം, ഇതെല്ലാം കൂടി കൂട്ടിവെച്ചാൽ വളരെ നാളുകൾ സുഖമായി ജീവിക്കാൻ സാധിക്കും എന്ന ചിന്തയാണ് അവനുണ്ടായിരുന്നത്. അത് സംബന്ധിച്ച് താൻ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം താൻ ഉറക്കെ പറയുകയാണ്. ഇത് ഞാൻ ചെയ്യും. 18-ാം വാക്യത്തിൽ താൻ പറയുന്നു, എൻ്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എൻ്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വച്ചിരിക്കുന്നു. ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. 18-ാം വാക്യത്തിൽ അവൻ ഉടൻ തന്നെ തന്നോട് പറഞ്ഞ കാര്യമാണ് വായിക്കുന്നത്. ഞാനിത് ചെയ്യും, എൻ്റെ കളപ്പുരകളെ പൊളിച്ച് വലിയവ പണിയും. ഉടൻ തന്നെ താൻ ഒരു കാര്യം ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് താനത് ചെയ്യുന്നത്? തനിക്കൊരാഗ്രഹമുണ്ട്. അതാണ് 19-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. തനിക്ക് ആവശ്യമുള്ളത്ര വസ്തുവകകൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ജീവിക്കാനുള്ള ആവശ്യത്തിനുള്ള വസ്തുവക എന്നല്ല അതിൻ്റെ അർത്ഥം. അനേക വർഷങ്ങൾ ജോലിയൊന്നും ചെയ്യാതെ, കൃഷി ചെയ്യാതെ, കച്ചവടം ചെയ്യാതെ ജീവിക്കുവാൻ ഉള്ള അത്ര സമ്പത്ത് സ്വരൂപിച്ച് വെച്ച ശേഷം എന്നോട് തന്നെ എനിക്കൊരു കാര്യം പറയണമെന്ന് ആഗ്രഹമുണ്ട്. ആ ആഗ്രഹമാണ് 19-ാം വാക്യത്തിൽ വായിക്കുന്നത്. അതെന്താണ്? ഞാൻ എന്നോട് തന്നെ പറയും, ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വച്ചിരിക്കുന്നു. ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. എന്ന് വച്ചാൽ ഇനി എൻ്റെ ഭാവിയെക്കുറിച്ച് ഞാൻ വിചാരപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം അനേക വർഷങ്ങൾ ജീവിക്കുവാനുള്ളത്ര സമ്പത്ത്, വസ്തുവകകൾ ഞാൻ സ്വരൂപിച്ചു വച്ചിരിക്കുന്നു എന്ന് എന്നോട് തന്നെ ഞാൻ പറയും എന്നാണ് ഈ മനുഷ്യൻ ആഗ്രഹിച്ചത്. അതിനുവേണ്ടി ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? എൻ്റെ കയ്യിലുള്ള ഈ കളപ്പുര, ഈ ചെറിയ കളപ്പുര, അത് പൊളിക്കും. അത് പൊളിച്ചിട്ട് വലുതൊന്ന് പണിയും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതുപോലെ ഒരു അമിത വിളവ് ലഭിക്കുമെന്ന് ഈ മനുഷ്യൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എൻ്റെ അടുത്ത ചോദ്യം ഇതാണ്: ഈ മനുഷ്യന് ഇത്രയധികം വലിയ വിളവ് ലഭിക്കുമെന്ന് ദൈവത്തിനറിയാമായിരുന്നു? തീർച്ചയായും ദൈവത്തിനറിയാമായിരുന്നു. ദൈവത്തിന് ഈ മനുഷ്യൻ്റെ കളപ്പുര ചെറുതാണെന്നും അറിയാമായിരുന്നു. അങ്ങനെയെങ്കിൽ ആ കളപ്പുരയിൽ വയ്ക്കുവാൻ മാത്രം സമ്പത്ത് അല്ലെങ്കിൽ വിളവ് കൊടുത്താൽ മതിയായിരുന്നു. ഇവൻ വളരെ സംതൃപ്തനായിരുന്നേനെ. എന്നാൽ ദൈവം ചെയ്തത്, ഇവൻ്റെ കളപ്പുരയിൽ കൊള്ളാത്തത്ര ധാന്യം, വിളവ് അവൻ ഈ വർഷം കൊടുത്തു. ഞാൻ പറഞ്ഞല്ലോ, ഇവൻ കൊള്ളയടിച്ചതല്ല, കള്ളക്കച്ചവടം ചെയ്തതല്ല, കൃഷി ചെയ്തതാണ്. കൃഷിയിൽ നിന്ന് വിളവ് ലഭിക്കുന്നത് ഇവൻ്റെ അധ്വാനം കൊണ്ടും ദൈവം കനിഞ്ഞനുഗ്രഹിക്കുന്നത് കൊണ്ടുമാണ്. ദൈവം അനുഗ്രഹിച്ചതുകൊണ്ടാണ് ഇവൻ ഈ വിളവ് ലഭിച്ചത്. അപ്പോൾ ദൈവമാണ് ഇവൻ്റെ കളപ്പുരയിൽ കൊള്ളുന്നതിലും അധികം വിളവ് ഇവന് നൽകിയത്. എന്തിനാണ് ദൈവം അത് ചെയ്തത്? എന്തിനാണ് ദൈവം ആളുകൾക്ക് അവർക്കാവശ്യമുള്ളതിലും അധികം ധനം നൽകുന്നത്? ഇതിനെക്കുറിച്ച് ഉള്ള ഉത്തരം കേൾക്കുന്നതിന് മുൻപ് എനിക്ക് ഈ ഉപമയെക്കുറിച്ച് സാധാരണ ആളുകൾ പറയുന്ന ചില കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ പലരും ഈ ഉപമയെടുത്ത് ആളുകൾ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം ഇതാണ്: 20-ാം വാക്യത്തിൽ, മൂഢ, ഈ രാത്രിയിൽ നിൻ്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചതാകും. എന്ന് വെച്ചാൽ, ഇന്ന് നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ നിത്യത എവിടെയായിരിക്കും എന്ന ചോദ്യം ആളുകളോട് ചോദിക്കാൻ വേണ്ടി ഈ ഉപമ ആളുകൾ വ്യാഖ്യാനിക്കാറുണ്ട്. എന്നാൽ ഈ ഉപമയിൽ ഒരിടത്തും സ്വർഗരാജ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഒരു മനുഷ്യൻ കൃഷി ചെയ്ത് സമ്പത്തുണ്ടായാൽ അവൻ സ്വർഗത്തിൽ പോകുകയില്ലെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. ഈ ഉപമയിൽ കർത്താവ് ആകെക്കൂടെ പറയുന്ന കാര്യം, ഈ ഭൂമിയിലുള്ള വസ്തുവകകൾ അവൻ്റെ ജീവനാധാരമല്ല എന്നാണ്. എന്നുവെച്ചാൽ, ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്ന
വസ്തുവകകൾ, സാമ്പത്തിക വിജയം, അമിതധനം, അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നാണ് കർത്താവ് അവിടെ പഠിപ്പിക്കുന്നത്. അല്ലാതെ പണമുണ്ടെങ്കിലോ അല്ലെങ്കിൽ പണമില്ലെങ്കിലോ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ സ്വർഗത്തിലോ നരകത്തിലോ പോകുമെന്ന് പഠിപ്പിക്കാനല്ല. ഈ മനുഷ്യൻ നരകത്തിലോ സ്വർഗത്തിലോ പോകാം, ആ കാര്യവും ഈ ഉപമയിൽ പറയുന്നില്ല. പിന്നെ ആകെ കൂടെ കർത്താവ് പറയുന്നത് ദൈവം അവനോട് ചോദിക്കും. എന്താണ്? ഈ രാത്രിയിൽ നിൻ്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? ഇവൻ ഒരുക്കി വെച്ചത് ആർക്ക് വേണ്ടിയാണ്? 19-ാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവൻ ഈ ഒരുക്കി വയ്ക്കാൻ ശ്രമിച്ചത് ഇവന് വേണ്ടി തന്നെയാണ്. കളപ്പുര പൊളിച്ച് പണിയാൻ തീരുമാനിച്ചത് ഇവന് ദീർഘകാലം സുഖമായി ജീവിക്കുവാൻ വേണ്ടുന്ന വസ്തുവകകൾ സ്വരൂപിച്ചു വയ്ക്കാൻ വേണ്ടിയാണ്. അതായിരുന്നു അവൻ്റെ ആഗ്രഹം. പക്ഷേ ഈ ഭൂമിയിൽ നീ സ്വരൂപിച്ചു വയ്ക്കുന്ന സ്വത്ത് നീ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് അനുഭവിക്കാൻ സാധിക്കുമോ? ഇതാണ് കർത്താവ് അവനോട് ചോദിച്ച ചോദ്യം. നീ ഒരുക്കി വെച്ചത് നിനക്കാകില്ല. ഒരുപക്ഷെ നിൻ്റെ മകനോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമോ ആകും. അതാണ് ദൈവം ചോദിച്ചതിൻ്റെ അർത്ഥം. ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്ന സാമ്പത്തിക അഭിവൃദ്ധി, ധനം, സമ്പത്ത്, അത് നാം എങ്ങനെ ഉപയോഗിക്കണം എന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് കർത്താവ് ഈ ഉപമ പറഞ്ഞത്. അല്ലാതെ സമ്പന്നരായവർ മരിച്ചാൽ ഉടനെ നേരെ നരകത്തിൽ പോകുമെന്ന് പഠിപ്പിക്കാനല്ല ഈ ഉപമ. ഇനി എന്താണ് ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ കയ്യിൽ പണം ലഭിക്കുമ്പോൾ, നമുക്ക് സമൃദ്ധി ലഭിക്കുമ്പോൾ, ഭൗതികമായ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ അതുകൊണ്ട് നാം എന്ത് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ദൈവം ഒരിക്കലും ഒരു കളപ്പുര ഉണ്ടാക്കുന്നതിന് എതിരല്ല. എന്ന് വച്ചാൽ ഒരു മനുഷ്യൻ ഒരു വർഷം കൃഷി ചെയ്തു തനിക്ക് ലഭിച്ച ധാന്യം സൂക്ഷിച്ചു വെക്കണം. കാരണം കൊയ്ത്തിൻ്റെ അന്ന് മാത്രം ഭക്ഷണം കഴിച്ചാൽ പോരല്ലോ, അടുത്ത കൊയ്ത്ത് വരെയുള്ള ഭക്ഷണം വേണ്ടേ? അതിനുവേണ്ടി ഭക്ഷണം സ്വരൂപിച്ചു വയ്ക്കാനുള്ളതാണ് കളപ്പുര. ദൈവം അതിനെതിരല്ല. ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ചെയ്യുക, നമുക്ക് ലഭിച്ചിരിക്കുന്ന വസ്തുവകകൾ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുക. എന്നാൽ അടുത്ത വർഷം കൊയ്ത്ത് നടന്നില്ലെങ്കിൽ, അടുത്ത വർഷം എൻ്റെ കൃഷി നശിച്ചാൽ ഞാൻ എന്തു കഴിക്കും? ഓക്കെ, 2 കൊല്ലത്തേനുള്ളത്. അതിനടുത്ത വർഷവും കൃഷി നടന്നില്ലെങ്കിലോ? അതിനടുത്ത വർഷവും കൃഷി നടന്നില്ലെങ്കിലോ? ഈ മനുഷ്യൻ ചിന്തിക്കുന്നത് അനേക നാളുകൾ കൃഷി നടന്നില്ലെങ്കിലും എനിക്കൊന്നുമില്ല, എനിക്ക് സുഖമായി ജീവിക്കാം, അതിനു വേണ്ടി ഞാൻ ധാന്യം സ്വരൂപിച്ചു വയ്ക്കും. ഇതിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഈ മനുഷ്യൻ കർഷകനാണ്, പക്ഷേ അവൻ തനിയല്ല കൃഷി ചെയ്യുന്നത്. അവൻ്റെ കൃഷി സ്ഥലത്ത് കൃഷി ചെയ്യാൻ വേറെ ജോലിക്കാരുണ്ട്. ഈ കൊയ്ത്തിൻ്റെ അന്ന് അവർക്കും പല നല്ല കാര്യങ്ങളും ലഭിക്കും. അത് സ്വാഭാവികം. ഈ മനുഷ്യൻ അടുത്ത വർഷം തൊട്ട് കൃഷി ചെയ്യുന്നില്ലെങ്കിൽ ഈ മനുഷ്യന് കളപ്പുരയിൽ ധാന്യമുണ്ട്. പക്ഷേ തൻ്റെ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളോ? അവർ പട്ടിണിയാവും, അവർ ജോലിയില്ലാതെയാവും. അപ്പോൾ ഈ മനുഷ്യന് മറ്റുള്ളവരെക്കുറിച്ചൊരു വിചാരവും ഇല്ല. രണ്ടാമത്, ദൈവമാണ് ഇവൻ്റെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കുന്നതെന്ന കാര്യത്തിൽ ഇവന് വിശ്വാസമില്ല. ദൈവമാണ് എനിക്ക് ഈ സമൃദ്ധി നൽകിയത് എന്ന് വിശ്വസിക്കുവാൻ അവന് മനസ്സില്ല. അതുകൊണ്ടാണ് അടുത്ത വർഷം ദൈവം തന്നില്ലെങ്കിലോ, അതിനടുത്ത വർഷം ദൈവം തന്നില്ലെങ്കിലോ എന്ന് വെച്ച് സമ്പത്ത് സ്വരൂപിച്ച് വയ്ക്കുന്നത്. പ്രിയ സുഹൃത്തേ, നാം എല്ലാവരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ദൈവത്തോട് നന്ദിയുള്ളവരാണ്. നമുക്ക് ലഭിച്ച നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി, ആത്മീകവും ഭൗമികവുമായ നന്മകൾക്ക് വേണ്ടി. എന്നാൽ ഇവിടെ ഈ ഉപമയിൽ ഭൗതിക നന്മകളെക്കുറിച്ചാണ് ദൈവം പറയുന്നത്. ഭൗതിക നന്മകൾ നമുക്ക് നൽകിയത് ദൈവമാണെന്ന് നാം വിശ്വസിക്കുകയും അവന് നന്ദി പറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, ആ ദൈവം നാളെയും നമുക്കിതൊക്കെ തരും, നമ്മുടെ ആവശ്യങ്ങൾ നടത്തിത്തരും എന്ന് വിശ്വസിക്കണം. ഇന്ന് ദൈവം നല്ലവനായിരുന്നു, നാളത്തെ കാര്യം ദൈവത്തെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന നിലയിൽ ജീവിക്കരുത്. ഇങ്ങനെ ജീവിക്കുന്ന ആളുകളുണ്ട്. താങ്കൾ അങ്ങനെയാണോ എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ അങ്ങനെയുള്ള ആളുകളെ ഞാൻ കാണിച്ചു തരാം. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്നും വന്നപ്പോൾ മരുഭൂമിയിൽ അവർക്ക് കഴിക്കാൻ ഭക്ഷണമില്ലായിരുന്നു. അവർ പിറുപിറുത്തപ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്നും സ്വർഗീയ ഭക്ഷണമായ മന്ന ഇറക്കി കൊടുത്തു. രാവിലെ എഴുന്നേറ്റു അവർ പെറുക്കി അത് കഴിച്ചു. ചിലർ പറഞ്ഞു, ഇത് നല്ല ഭക്ഷണമാണ്, നല്ല രുചിയുണ്ട്, നാളെ കിട്ടുമോ ഇത്? അവർ ആ ദിവസത്തേക്ക് കൊടുത്ത മന്ന പെറുക്കി കഴിച്ചു. കുറേ
പിറ്റേ ദിവസത്തേക്ക് വെച്ചു. എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. പിറ്റേ ദിവസം തലേ ദിവസത്തെ മന്ന ചീഞ്ഞു നാറി. പലരും ഇത് മറ്റാരും കാണാതെ സൂക്ഷിച്ചു വെച്ചു. ഞാനീ ചെയ്യുന്നത് ആരും അറിയണ്ട, എനിക്ക് ദൈവത്തിൽ വിശ്വാസം ഇല്ലെന്നുള്ളത് ആരും അറിയണ്ട എന്ന മട്ടിലാണ് അവർ ഈ മന്ന എടുത്ത് സൂക്ഷിച്ചു വെച്ചത്. പക്ഷേ പിറ്റേ ദിവസം ദുർഗന്ധം വന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഈ ആൾക്ക് ദൈവത്തിൽ വിശ്വാസമില്ല. അതുകൊണ്ടാണ് തലേ ദിവസത്തെ മന്ന എടുത്തു വച്ചത്. കാരണം പിറ്റേ ദിവസം ദൈവം മന്ന തന്നില്ലെങ്കിലോ എന്ന സംശയമായിരുന്നു അവർക്ക്. അതേ കുഴപ്പമായിരുന്നു ഈ മനുഷ്യന്. ഈ വർഷം ദൈവം എനിക്ക് തന്ന വിളവ് അടുത്ത വർഷം തന്നില്ലെങ്കിലോ, അതുകൊണ്ട് എനിക്ക് തന്നത് എനിക്ക് മാത്രം, വേറെ ആർക്കും കൊടുക്കാൻ അയാൾ തയ്യാറായില്ല. ദൈവം ഭൗതികമായ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുമ്പോൾ അതിന് നാം നന്ദിയുള്ളവരാണെങ്കിൽ എൻ്റെ ദൈവം ഇന്നലെയും ഇന്നും എന്നും അനന്യനെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കണം. അല്ലാതെ ദൈവം ഒരു വർഷം തന്ന ആ വിളവിൻ്റെ അടിസ്ഥാനത്തിൽ അനേക വർഷങ്ങൾ ജീവിക്കുക, അത് ശരിയായ നടപടിയല്ല. തനിക്ക് വേണ്ടി തന്നെ സ്വരൂപിച്ചു വെച്ച ഈ മനുഷ്യനെ നോക്കി ദൈവം പറയുന്നു, നീ ഈ സ്വരൂപിച്ചു വെച്ചത് നിൻ്റെ മരണത്തോടുകൂടി നിനക്കല്ലാതായിത്തീരും. പക്ഷേ സുഹൃത്തേ, ഒരു നല്ല വാർത്ത കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അതിതാണ്, ദൈവം നിങ്ങൾക്ക് നൽകിയ സാമ്പത്തിക ഭൗതിക അനുഗ്രഹങ്ങൾ നിങ്ങൾ മരിച്ചാലും നിങ്ങളുടേതായിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. ബുദ്ധിയോടുകൂടി നിങ്ങൾ നിങ്ങളുടെ ഭൗതിക നന്മകളെ ഉപയോഗിച്ചാൽ ഇന്ന് തന്നെ നിങ്ങൾ മരിച്ചാലും ഒന്നും നിങ്ങൾക്ക് നഷ്ടപ്പെടുകയില്ല. ദൈവവിഷയമായി സമ്പന്നനാകണം. എങ്ങനെയാണ് ദൈവവിഷയമായി സമ്പന്നനാകുന്നത്? നമ്മുടെ ഭൗതിക നന്മകൾ ദൈവരാജ്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ദൈവരാജ്യത്തിൽ നിക്ഷേപിക്കുക. കർത്താവ് പറഞ്ഞു, കള്ളൻ തുറന്നു മോഷ്ടിക്കുകയും പുഴുവും തുരുമ്പും കെടുക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കരുത്. പിന്നെ എവിടെ നിക്ഷേപം സ്വരൂപിക്കണം? സ്വർഗത്തിൽ. ഭൗതിക നന്മകളെ ആത്മീക കാര്യങ്ങളിൽ വിനിയോഗിക്കുക വഴി നിത്യതയിലെ പ്രതിഫലങ്ങളാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ മടിക്കുന്നവരെ നോക്കി ദൈവം പറയുന്നത് എന്താണ്? മൂഢ, ദൈവം നിനക്ക് തന്ന ഭൗതിക നന്മകൾ വേറെ ആർക്കും കൊടുക്കില്ല, എനിക്ക് മാത്രം കുറേ നാളത്തേക്ക് എന്ന് ചിന്തിക്കുന്നവരെ നോക്കി ദൈവം പറയുന്നു, മൂഢ, നീ മരിച്ചാൽ ഇതാർക്കാകും? എന്നാൽ ബുദ്ധിമാന്മാർ അത് ദൈവരാജ്യത്തിൽ നിക്ഷേപിക്കും. ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് അത് അവർ ഉപയോഗിക്കും. മറ്റുള്ളവരെ സഹായിക്കാൻ അവരത് ഉപയോഗിക്കും. മറ്റുള്ളവരെ സഹായിക്കാനാണ് ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നത് എന്നാണ് അവർ കരുതുന്നത്. ആ നിലയിൽ ഭൗതിക നന്മകളെ ഉപയോഗിക്കുന്നവർ ബുദ്ധിമാന്മാരാണ്. ഒരുപക്ഷെ ഈ മനുഷ്യൻ ആ രാത്രി മരിച്ച് സ്വർഗത്തിൽ പോയി കാണും. കാരണം നരകത്തിൽ പോകുന്ന കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. രക്ഷിക്കപ്പെട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച ഒരാൾ അയാളുടെ ഭൗതിക നന്മകളെ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചില്ലെങ്കിലും അയാൾ സ്വർഗത്തിൽ പോകും. പക്ഷേ സ്വർഗത്തിൽ ഒരു മൂഢനായി, ഒരു വിഡ്ഢിയായി ജീവിക്കേണ്ടി വരും. ബുദ്ധിയുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭൗതിക നന്മകൾ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് ഉപയോഗിക്കും. അങ്ങനെ ബുദ്ധിയുള്ളവരായി ജീവിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഞങ്ങളുടെ ഫോൺ നമ്പർ 0908028201957 09880221957. വചനദീപം